ചെയ്യുന്നു. ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവസരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മുഖാമുഖ വേദിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം തന്നതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനിവിടെ സലാം പറഞ്ഞപ്പോൾ തന്നെ പല മുഖങ്ങളിലും പ്രതികരണത്തിന്റെ അടയാളങ്ങൾ കണ്ടില്ല. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നു, മുജാഹിദുകളുടെ സലാം മടക്കുകയില്ല. സുന്നികൾ സലാം പറഞ്ഞാൽ മുജാഹിദുകൾ സലാം പറഞ്ഞാൽ സുന്നികളുടെ മുഖത്തിനൊരു വല്ലാത്തൊരു കനമാണ്. അവർ പ്രതികരിക്കാൻ വളരെ വിമുഖത കാണിക്കുന്നു. ഇസ്ലാമിന്റെ ഈ അടിസ്ഥാനമായ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോഴുള്ള ഈ വ്യാകരണ തത്വം പോലും സുന്നികൾ പാലിക്കുന്നില്ല. എന്റെ ചോദ്യം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണമെന്ന് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. എന്നിട്ട് പോലും ഈ തലപ്പാവുധാരികളായ ആളുകൾ ആരും സലാം മടക്കിയതായി ഞാൻ കേട്ടിട്ടില്ല. അതിന്റെ അടയാളം അവരുടെ ചുണ്ടുകളിൽ കണ്ടില്ല. എന്തിനാണ് ഇത്രയും അധികം ഒരു അക്രമമായ സ്വഭാവം സുന്നികളുടെ ഭാഗത്ത് നിന്ന് എന്നാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ടല്ലോ. മുസ്ലിമിനോട് പറയേണ്ടതാണ് സലാം. തലീകെട്ടുകാരൊന്നും സലാം അടക്കിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, തലയിൽ കെട്ടിയ ആൾക്കാർ മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിക്കുക. എന്നാ കഴിഞ്ഞു. തലയിൽ കെട്ടിയ ആൾക്കാർ മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കുക. അത് സമ്മതിച്ചിട്ട് അവരോട് സലാം പറയാ. അപ്പൊ അവര് സലാം അടക്കും. സലാം പറയുന്ന മുജാഹിദിന്റെ വിശ്വാസം എന്താണ്? ഈ ചോദിച്ച ആളെ കുറിച്ചല്ല, അദ്ദേഹത്തെ അറിയില്ല. സലാം പറയുന്ന മുജാഹിദിന്റെ വിശ്വാസം എന്താണ്? പറയപ്പെടുന്ന തലീകെട്ടേ നീ കാഫിറാണ് എന്നാണ്. അല്ലേ? ഞാൻ സലാം പറയുന്ന തലീകെട്ട് കാഫിറാണ് എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. ഒരു കാര്യം ചോദ്യകർത്താവിനും അറിയാം. അതെന്താ? കാഫിറിനോട് പറയേണ്ടതല്ല സലാം, അത് മുസ്ലിമും തമ്മിൽ പറയേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. ഒറ്റ കാര്യം മാത്രം പല മുഖാമുഖങ്ങളിലും നമ്മൾ പലപ്പോഴും വിശദീകരിച്ച കാര്യമാണ്. എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. നമുക്കെന്താ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചാൽ? അല്ല, അങ്ങനെ ഒരു കാലാണല്ലോ ഇപ്പോൾ. എല്ലാവരും ഇങ്ങനെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിയുന്ന ഒരു കാലല്ലേ. പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആദർശത്തിനിടയിൽ ഒരുപാട് വളരെ വലിയ അന്തരമുണ്ടാകുമ്പോൾ പോലും സമവായത്തിന്റെ വഴി എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. ഈ കാലത്ത് പോലും പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാൻ എന്താ മുജാഹിദിനൊരു മടി? മുജാഹിദ് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളാണെന്ന് പറയാത്തത്? ഞാൻ ആ വിഷയം പറഞ്ഞു പോയാൽ നീണ്ടുപോകും. സാന്ദർഭികമായ ഒരു കാര്യം പറയാം. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുജാഹിദ് വന്നിട്ട് ആദ്യം പറഞ്ഞത്, അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വന്നിട്ടില്ല. അതിന് മുമ്പ് പണ്ഡിതന്മാരുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദർസും മദ്രസയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു. അതിനിടയിലാണ് മുജാഹിദ് വന്നിട്ട് പറഞ്ഞത് സുന്നികളൊക്കെ കാഫിറാണ്. അന്ന് ആലിമീങ്ങൾ ചോദിച്ചു, അതെന്താടോ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരും സ്വാലിഹീങ്ങളും ഉണ്ടല്ലോ, അവരൊക്കെ കാഫിറുകളാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദിന്റെ മൗലവിമാരുടെ മറുപടി എന്തായിരുന്നു? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഖുർആനിൽ കുറഞ്ഞൊരു പരിപാടിയില്ല, അത് ഖുർആൻ പറഞ്ഞതാണ്. എന്താ ഖുർആനിൽ പറഞ്ഞത്? അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. മുജാഹിദിന്റെ പള്ളിന്റെ തിരുനെറ്റിയിൽ ഇപ്പോഴും ഉണ്ടാവുക ഈ ആയത്ത് ഖുർആനിലുള്ളതാണ്. പക്ഷേ മുജാഹിദുകൾ ഇത്രയും കൂടുതൽ ആഴത്തിൽ വ്യഭിചരിച്ച മറ്റൊരു ആയത്തുണ്ടോ എന്നത് പോലും സംശയമാണ്. പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്. പള്ളിയിൽ വെച്ച് മറ്റാരെയും വിളിക്കാൻ പാടില്ല, അള്ളാന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല, ഉറപ്പല്ലേ? സുന്നികൾ മുഹിയുദ്ദീൻ ശേഖനെ വിളിക്കുന്നില്ലേ? ബദരീങ്ങളെ വിളിക്കുന്നില്ലേ? മുത്തുനബിയെ വിളിക്കുന്നില്ലേ? അമ്പർത്തതങ്ങളെ വിളിക്കുന്നില്ലേ? എല്ലാവരെയും വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വിളിക്കുന്നവർ കാഫിറാണ് എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസംഗിച്ചു. അന്ന് മുതൽ സുന്നികളൊക്കെ നരകത്തിലായി, മുജാഹിദ് മാത്രമാണ് സ്വർഗത്തിൽ. കുറച്ചു കാലം കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ കാഫിറുകളാണ്, മുഹിയുദ്ദീൻ ശേഖനെ വിളിക്കുന്നവർ കാഫിറുകൾ തന്നെ, സുന്നികൾ കാഫിറുകൾ തന്നെ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അത് കേട്ട നമ്മുടെ മുജാഹിദുകൾക്ക് വല്ലാത്തൊരു സുഖം. കാരണം അവര് പറയുന്ന കാര്യം തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്.
അപ്പൊ അത് കേട്ടപ്പോ മുജാഹിദിനൊരു ഒരു വയറ്റുന്നുമായ സുഖം, നല്ലൊരു റാഹത്ത്. കാരണം ഞങ്ങൾ പറയുന്ന അതേ കാര്യമാണല്ലോ മുജാഹിദും പറയുന്നത്, അല്ല ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. പക്ഷെ ആ റാഹത്ത് കുറച്ചു കാലം നീണ്ടു നിന്നില്ല. ജമാഅത്തെ ഇസ്ലാമി മുജാഹിദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ റാഹത്താകണ്ട, നിങ്ങളും നരകത്തിൽ തന്നെയാണ്, നിങ്ങളും കാഫിറാണ്. ആരോട്? മുജാഹിദിനോട്. അതെന്താ മുജാഹിദ് നരകത്തിലാകാൻ കാരണം, കാഫിറാകാൻ കാരണം? അതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രത്യേക കാരണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന താവൂത്താണ്, ബിംബമാണ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടന ബിംബമാണ്, ഇന്ത്യൻ ജനാധിപത്യം ബിംബമാണ്, ഇന്ത്യൻ മതേതരത്വം ബിംബമാണ്, ഇന്ത്യൻ പാർലമെന്റ് ബിംബമാണ്, ഇന്ത്യൻ കോടതി സുപ്രീം കോടതി ബിംബമാണ്, ഇന്ത്യൻ ജുഡീഷ്യറി ബിംബമാണ്, എല്ലാം ബിംബമാണ്. അപ്പോ കോടതിയിൽ പോകുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, വോട്ട് ചെയ്യുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, സ്കൂളിൽ പോകുന്നവൻ ബിംബാരാധന നടത്തുകയാണ്, സ്കൂളിലെ പഠിപ്പിക്കുന്നവൻ ബിംബാരാധന നടത്തുകയാണ്, ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നവൻ അവൻ ബിംബാരാധന നടത്തുകയാണ്. ആകെ ബിംബം, ആകെ അമ്പലം. ഇതൊക്കെ ചെയ്യുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. പാർലമെന്റിൽ മത്സരിക്കുന്നുണ്ട്, അവസരം കിട്ടിയാൽ വോട്ട് ചെയ്യുന്നുണ്ട്, ഉദ്യോഗം സ്വീകരിക്കുന്നുണ്ട്, ഇന്ത്യൻ കോടതിയെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന മുജാഹിദുകളെ നിങ്ങൾ കാഫിറുകളാകുന്നു എന്ന് പറഞ്ഞു ആര്? ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ 940 മുതൽ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നപ്പോൾ മുജാഹിദും നരകത്തിലായി, സുന്നി നരകത്തിലായി. പിന്നുള്ളത് ആകെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മാധ്യമം പത്രവും മാത്രം സ്വർഗത്തിൽ. കുറച്ചു കാലം കഴിഞ്ഞു ചേകനൂർ മൗലവി വന്നു. ചേകനൂർ മൗലവി വന്നിട്ട് പറഞ്ഞു, സുന്നികളേതായാലും നരകത്തിന് നേരത്തെ കോയിക്കളമാരി ഒരു നരകത്തേക്ക് തന്നെ ഉള്ളതാണ്. പിന്നുള്ളത് ഈ ജമാഅത്തും മുജാഹിദും ആണല്ലോ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാന്ന് പറഞ്ഞ ആൾക്കാര്. അവരെ വിളിച്ചിട്ട് ചേകനൂർ മൗലവി പറഞ്ഞു, നിങ്ങളിപ്പോ സുന്നികളൊക്കെ നരകത്തിലാണെന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താ? അവർ അള്ളാഹു അല്ലാത്തവരെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സുന്നികളെ കാഫിറാക്കിയത് ജമാഅത്തും മുജാഹിദും. അതുകൊണ്ട് ചേകനൂർ മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച, മരിച്ചുപോയ ആളെ വിളിച്ച കാരണത്താൽ സുന്നികൾ കാഫിറാകുമെങ്കിൽ, അവർ നരകത്തിലെത്തുമെങ്കിൽ, മുജാഹിദുകളെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ രണ്ടു കൂട്ടരും കാഫിറുകളാണ്, രണ്ടു കൂട്ടരും നരകത്തിലുമാണ്. ആര്? ചേകനൂർ പറയാം. അപ്പൊ ചോദിച്ചു, അതെന്തേപ്പോ ഈ തൗഹീദിന്റെ നടുക്കണ്ടങ്ങളായി ഇങ്ങനെ രംഗത്ത് വന്ന ആൾക്കാർ ഇപ്പൊ എങ്ങനെ നരകത്തിലെത്തി? ചേകനൂർ മൗലവിന്റെ വിശദീകരണം അത് വളരെ ലളിതമാണ് കാര്യങ്ങൾ. അള്ള പറഞ്ഞത് എന്താ? അന്നൽ മസാജിദ് ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളി അള്ളാഹ്ക്കുള്ളതാണ്, പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല. ഈ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പള്ളിയിൽ വെച്ച് ഓതുന്ന അത്തഹിയ്യാത്ത് ഉണ്ടല്ലോ, ആ അത്തഹിയ്യാത്തിൽ അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂതായുസമുണ്ട്. ചേകനൂരിന്റെ ഭാഷയാണ്. അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂതായുസം. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ മുഹമ്മദ് നബിയേ, ഓ മുഹമ്മദ് നബിയേ എന്ന് മുജാഹിദ് വിളിക്കുന്നു പള്ളിയിൽ വെച്ച് അത്തഹിയ്യാത്ത് ഓതുമ്പോ. അത്തഹിയ്യാത്തിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയും വിളിക്കുന്നു അയ്യുഹൻ നബിയ്യു, ഓ മുഹമ്മദ് നബിയേ. ചേകനൂർ പറയുന്നു, ഏത് മുഹമ്മദ് നബിയെ നിങ്ങളീ വിളിക്കണേ? 1400 കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദ് നബിനെ മദീനത്തെ ഖബർക്കായി വിളിക്കണത്. അള്ള പറഞ്ഞ എന്താ? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളിയൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, പള്ളിയിൽ വെച്ച് അള്ളാന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല. നിങ്ങൾ ഈ മരിച്ചുപോയ മുഹമ്മദ് നബിയെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നില്ലേ? അതുകൊണ്ട് സുന്നികളെ കാഫിറാക്കാൻ നിങ്ങൾ ഏതൊരായത്താണോ തെളിവാക്കിയതെങ്കിൽ അതേ ആയത്തിന്റെ പിൻബലത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ മുജാഹിദും ജമാഅത്തും കാഫിറുകളാണ്, രണ്ടു കൂട്ടരും നരകത്തിലാണ്. വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളൂ. ചേകനൂരിന്റെ വെല്ലുവിളി. കാഫിറാക്കി ഇനിയിപ്പാറ സ്വർഗത്തിലുള്ളത്.